എന്താണ് ഈ ശബ്ദം? എന്താണ് ഒരു കൊര? ഒരു ഹോസ്പിറ്റലിൽ അതിനൊരു ഡിസിപ്ലിൻ ഒക്കെ വേണ്ടേ? ഡോക്ടർ, അതൊരു ക്ഷയരോഗിയാണ് ഡോക്ടർ. ക്ഷയരോഗി ചുമക്കാൻ സാധ്യതയില്ലല്ലോ. അത് മരുന്ന് കൊടുത്തിട്ടുണ്ട് ഡോക്ടർ. കൊടുക്കണം. പിന്നെ ഡോക്ടർ, മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ സമരത്തിലാണ് ഡോക്ടർ. എന്താണ് കാര്യം? അവർക്ക് പഠിക്കാൻ ശവമില്ലാന്ന്. എനിക്ക് ഉടനെ ഒരു ഓപ്പറേഷൻ ഉണ്ടെന്ന് പറയരുതോ? അത് കഴിഞ്ഞാൽ പിന്നെ ശവം റെഡിയല്ലേ? പറയണം. പിന്നെ ഡോക്ടർ, എനിക്കൊരു അബദ്ധം പറ്റി ഡോക്ടർ. നിങ്ങൾക്ക് അതല്ലേ പറ്റാറുള്ളൂ, അതെന്താണെന്ന് പറഞ്ഞാൽ മതി. ഡോക്ടർ, ഞാൻ 35-ാം ബെഡില് കിടക്കുന്ന രോഗിക്ക് കൊടുക്കാനുള്ള മരുന്ന് ഞാൻ 45-ാം ബെഡില് രോഗിക്ക് കൊടുത്തു ഡോക്ടർ. അയ്യോ, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഡോക്ടർ, ഞാനതൊരു പോംവഴി കണ്ടിട്ടുണ്ട് ഡോക്ടർ. ഞാൻ 45-ാം ബെഡിലെ രോഗി എടുത്ത് 35-ാം ബെഡിലേക്കും 35-ാം ബെഡിലെ രോഗി എടുത്ത് 45-ാം ബെഡിലേക്ക് ആക്കി ഡോക്ടർ. വെരി ഗുഡ്. നിങ്ങളെ പോലുള്ളവരെയാണോ ഈ സ്ഥാപനത്തിൽ ആവശ്യം? താങ്ക് യു ഡോക്ടർ. പിന്നെ ഡോക്ടർ, 4-ാം നിലയിൽ രോഗി എടുത്തു ചാടി ആത്മഹത്യ ചെയ്തു ഡോക്ടർ. അവനെ ഡിസ്ചാർജ് ചെയ്തേക്കും. യെസ് ഡോക്ടർ. അനുസരണയില്ലാത്ത ഓരോരുത്തരത്തിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്യരുതോ? ഡോക്ടർ, ഞാൻ ഓരോ രോഗികളായിട്ട് വിളിക്കട്ടെ? പതുക്കെ മതി. അയ്യോ ചിരിക്കൂ. ചിരിക്കാനല്ല, ഇരിക്കാൻ. എന്താ പേര്? ഉറക്കേശ്വരൻ. ഉറക്കേശ്വരന്റെ വീട്ടുപേരെന്താ? ഉറക്കാംപറമ്പിൽ ഹൗസ്. സ്ഥലപ്പേരോ? കൂർക്കാഞ്ചേരി. വിചിത്രം തന്നെ. എന്താ അസുഖം? ഡോക്ടറെ, ആകെ ഈ തല ഇങ്ങനെ കറങ്ങണ പോലെ തോന്നുക. ഈ ഭൂമി കറങ്ങുന്നു, പിന്നെയാണോ തന്റെ ഉണക്ക തല? അസുഖം എന്താണെന്ന് പറയൂ. കണ്ടില്ലേ, കാല് മുഴുവൻ ആണിയാ. അത്രേ ഉള്ളോ? ഞാൻ കുറച്ച് കലണ്ടർ തരാം, വീട്ടിൽ കൊണ്ട് അതിനെ അടിച്ചു തൂക്കൂ, അപ്പൊ ആണി ചെലവാകും. അസുഖം എന്താന്ന് പറയുമ്പോ എന്തിനാണ് ഈ വേണ്ടാത്തതൊക്കെ? നിങ്ങൾക്ക് രക്തത്തിന്റെ കുറവുണ്ടല്ലോ. അത് ഞാൻ സമ്മതിക്കില്ല ഡോക്ടറെ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ഡെയിലി രക്തം ഛർദിച്ചോണ്ടിരിക്കല്ലേ. ഓഹോ, വയറ്റിൽ നിന്ന് പോകുന്നുണ്ടോ? ഒരുപാട് രക്തം പോകുന്നുണ്ട്. അതല്ല, വയറ്റിൽ നിന്ന് പോകുന്നുണ്ടോന്ന്. ഏത് ഡോക്ടറുടെ അടുത്ത് പോയാലും വയറ്റിൽ നിന്ന് പോകുന്നുണ്ടോ എന്നല്ലാതെ വയറ്റിലേക്ക് പോകുന്നുണ്ടോ എന്ന് ഒരുത്തരും ചോദിക്കുന്നില്ല. സാരമില്ല മിസ്റ്റർ ഉറക്കേശ്വരൻ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എന്താ? അയ്യോ, ഹാർട്ടില്ലാത്ത അതവിടെ അല്ല വെച്ച് പിടിക്കേണ്ടത്. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സ്ഥാനം മാറ്റി വെച്ച് പിടിക്കരുതെന്ന്. അയ്യോ, മിസ്റ്റർ ഉറക്കേശ്വരൻ, പൊസിഷൻ. അയ്യോ, ഇപ്പോഴെന്ത് തോന്നുന്നു? ഒരു ചായ കുടിച്ചാ കൊള്ളാന്നോ? ഇപ്പോഴെന്ത് തോന്നുന്നു? അതിന്റെ കൂടുതൽ കടിയും കൂടെ കിട്ടിയാ കൊള്ളാന്ന് തോന്നുന്നുണ്ട്. എന്തൊരു ഡോക്ടറായത്, ചങ്ക് കലക്കി പോയത്. വേറെ എന്താ നിങ്ങളുടെ അസുഖം? തുറന്നു പറയൂ ഡോക്ടറെ. ഞാൻ ഈ രാത്രി കിടക്കുമ്പോ കണ്ണ് മൂടിയ ഉടനെ സ്വപ്നം കാണുക. കണ്ണ് മൂടിയാൽ ഉടൻ സ്വപ്നം കാണുന്നു. അത് ശരി. എന്നിട്ട് ആ സ്വപ്നം ഇപ്പൊ പകലിങ്ങനെ അതുപോലെ തോന്നുക. ഓഹോ, എന്ത് തരം സ്വപ്നങ്ങളാ കാണാറുള്ളത്? ഇപ്പൊ ഇന്നലെ ഞാൻ ഇന്നലെ ഉറങ്ങിയപ്പോ ആ ഹിന്ദി സിനിമക്കകത്ത് ഒരു പെണ്ണുണ്ടല്ലോ, മോനിഷി കരിയാളി എന്ന് പറഞ്ഞിട്ട്. മനുഷ്യ കുരുവിള. കുരുവിള എന്റെ അടുത്ത് വന്നേച്ച് ഇങ്ങനെ ഡാൻസ് ചെയ്യണത് ഇതൊക്കെ നമ്മള്
അത് തന്നെ പകല് കാണുക. ഓ അതായത് രാത്രി സ്വപ്നം കാണുന്നു, പകൽ അത് പ്രാബല്യത്തിൽ വരുന്ന പോലെ തോന്നുന്നു, അത്രയല്ലേ ഉള്ളൂ അല്ലേ? സാരമില്ല, ഞാനൊരു ടാബ്ലറ്റ് കുറിച്ച് തരാം, അതൊരു 2 ദിവസം കഴിക്കൂ, മേലിൽ നിങ്ങൾ സ്വപ്നം കാണില്ല. അയ്യോ അത് വേണ്ട, അത് വേണ്ട, എന്തെങ്കിലും കുറച്ചുകൂടെ കാണുന്ന പോലെ എന്തെങ്കിലും മതി. കുറച്ചുകൂടെ അടുത്ത് കാണണമെന്നോ? കണ്ണിന് കാണാൻ പറ്റണം. അതെ. അത് ശരി. പിന്നെ അസുഖം പറയൂ, തുറന്നു പറയൂ, മടിക്കണ്ട. ഈ ഡോക്ടർ അവിടെ ഇരിക്കുന്നില്ലേ, ഈ 2ആയിട്ടാ തോന്നുന്നത്, വേറെ ഡോക്ടറിന് പോലെ. എന്നെ 2ആയിട്ട് കാണുന്നുണ്ടോ? ഓഹോ, ഇതെത്രയാ? അത് 2. ഇതോ? 2. അത് ശരി. അതെന്താ എഴുതിയിരിക്കുന്നത്? എനിക്ക് ദൂരെ ഉള്ളത് കറക്റ്റ് ആയിട്ട് വായിക്കാം. എന്നാ അത് പറയൂ. കിലുക്ക കിലുക്ക. ഇതെത്രയാ? അത് 2. ഇത് 4ആണ് മിസ്റ്റർ. താൻ ഞാൻ വന്ന് കയറി പോലെ ചോദിക്കുന്നത് ചോദിക്കുക, ഇത്തരം ശല്യപ്പെടുത്തരുത്. താൻ ഒരാളുടെ അസുഖം പറയാൻ എന്തിനാണോ ഈ 4 പേരുടെ കാര്യം നിങ്ങൾ? 4 പേര്? എടോ ഇത് 4ആ. അയ്യേ, എന്താ താൻ എന്തൊരു മനുഷ്യനാവുക, ഒരുമാതിരി ഊളന്മാര് പൂവള പോലുള്ള രീതി, എന്തൊരു മനുഷ്യനാവുക. താൻ യാത് ഊളനാവുക? ഓരോ ഊളന്മാര് കയറി വരും. നടക്കട്ടെ, ശരിയാക്കി തരാം. മരുന്നുണ്ട്. എന്താ? ഞാൻ പുറത്ത് കാത്തു നിൽക്കുകയായിരുന്നു. ഞാൻ പുറത്ത് കാത്തു നിൽക്കുകയായിരുന്നു. ആരാ നിങ്ങളെ ഇങ്ങോട്ട് കടത്തി വിട്ടത്? ഒരു കറുത്തു തടിച്ച സത്വം എന്നെ അകത്തേക്കാണയിച്ചു. ഒരു കറുത്തു തടിച്ച സത്വം എന്നെ അകത്തേക്കാണയിച്ചു. അത് സത്വമൊന്നുമല്ല, ഇവിടത്തെ നഴ്സാ. ഇരിക്കൂ. എന്താ പേര്? നാറാണത്ത് ഭ്രാന്തൻ. കവിയാണല്ലേ? നിങ്ങൾ എത്ര പേരുണ്ട്? 4 പേരോ? എന്താ നിങ്ങളുടെ അസുഖം? 12 തവണ തല ചുറ്റി വീണു. എന്റെ തലയിൽ തരിപ്പാണു ഡോക്ടർ. 12 തവണ തല ചുറ്റി വീണു. എന്റെ തലയിൽ തരിപ്പാണു ഡോക്ടർ. 12 തവണ തല ചുറ്റി വീണെങ്കിൽ നിങ്ങളുടെ തലയ്ക്ക് എന്തെങ്കിലും സാരമായ തകരാറുണ്ടാവും. ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. എന്റെ തലയിൽ നുരയ്ക്കും പുഴുക്കളില്ല. പിന്നെ കണ്ണിനായിരിക്കും. കണ്ണിലിരവിന്റെ പാഷാണ തിമിരമില്ല. അത് ഉള്ളിലായിരിക്കും. പിന്നെ ഉള്ളിൽ അഗ്നിഗോളങ്ങളില്ല. ഒക്കെ വെറുമൊരു ഭ്രാന്തന്റെ തോന്നൽ. ഒക്കെ വെറുമൊരു ഭ്രാന്തന്റെ തോന്നൽ. വായി തുറക്കൂ. വായടയ്ക്കൂ. നാവു നീട്ടു. ചുടലപ്പറമ്പിലെ യക്ഷിയെ പോലെ നാവു ഞാൻ നീട്ടണോ ഡോക്ടർ? വേണം. ചുടലപ്പറമ്പിലെ യക്ഷിയെ പോലെ നാവു ഞാൻ നീട്ടണോ ഡോക്ടർ? എന്നെ നോക്കുന്ന താനാണ് മൂഢൻ. രോഗമില്ലാത്ത ഞാനാണ് അനാഥൻ. ശ്വാസം വലിക്കൂ. ഡോക്ടർ രഘുരാമ. എന്റെ പേരെങ്ങനെ മനസ്സിലായി? ഞാൻ ഇനിയും വലിച്ചോളൂ. ചാവുന്നതിനു മുമ്പേ ശ്വാസം വലിക്കാം. വേണ്ട, നിങ്ങൾ വലിക്കണ്ട. നിങ്ങളുടെ അസുഖം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ക്ലിയറൻസ് ക്രിസ്റ്റോണിയ ഇദ്ദേഹത്തിന്റെ ബട്ടക്സിലേക്ക് കൊടുക്കൂ. ഈ പൊസിഷൻ മതിയോ ഡോക്ടർ? മതി. മിസ്റ്റർ നാരായണത്ത് ഭ്രാന്തൻ സ്ഥിരമായി ഇങ്ങനെ കുനിഞ്ഞു നിൽക്കാറുണ്ടോ? ഇല്ല, വല്ലപ്പോഴും. പൊസിഷൻ കറക്റ്റ് ആണോ? ഇനി പൊസിഷൻ മാറ്റരുത് ഡോക്ടർ. മാറണ്ട. ഈ അവസ്ഥയിൽ പൊസിഷൻ മാറുന്നത് പ്രശ്നമാ. അതെ. ഇതിന് മൊനയില്ലല്ലോ. ഇത് വെറുതെ ഇരിക്കുമ്പോ ഇതൊക്കെ എടുത്തൊന്ന് ഉരച്ചു വെക്കരുതോ? നാരായണത്ത് ഭ്രാന്തൻ, വെയിറ്റ് പ്ലീസ്. കൊടുക്കൂ. സോറി മിസ്റ്റർ ഭ്രാന്തൻ. സൂക്ഷിച്ചു വെച്ചേക്ക്. ഇപ്പോഴെന്ത് തോന്നുന്നു മിസ്റ്റർ ഭ്രാന്തൻ? ഒരു വട്ടം കൂടിയ നേഴ്സിന്റെ കൈകൊണ്ട് ഇഞ്ചക്ഷൻ കിട്ടുവാൻ മോഹം.
ഇഞ്ചക്ഷൻ ചെയ്തിട്ട് ഈ ഭാഗത്താ കൈകൊണ്ട് മെല്ലെ തലോടുവാൻ മോഹം. നേഴ്സ് മെല്ലെ തലോടുവാൻ മോഹം. ഒരുമാതിരി അനാവശ്യം പറയരുത്. താനൊരു മാന്യനാണെന്ന് കരുതി അവിടെ കയറ്റിയിരുത്തിയത്. ഭ്രാന്തനാണെന്ന് ഇങ്ങനെ ഭ്രാന്തമുണ്ടോ മനുഷ്യന്? 12 ഹോസ്പിറ്റൽ കയറി ഞാന് കണ്ട ഡോക്ടറിൽ നീയാണോ ഭ്രാന്തൻ? നിന്റെ തലയിൽ പുഴുക്കൾ അരിക്കുമേടാ, നിന്റെ കണ്ണിൽ പാഷാണം തെളിയുമേടാ തെണ്ടി. എനിക്ക് കാണണോടാ നിന്റെ ഈ പാഷാണം. വിടറാ വിടില്ലടാ. വിടറാ വിടത്തില്ലടാ. വിടറാ. നിന്റെ കറുത്ത കരാള ഹസ്തങ്ങൾ എന്റെ പിടലിയിൽ നിന്നും പിടിവിടറാ. വിടറാ. കണ്ണുർക്ക് നീ ആളെ ചോദിക്കാം. ആഹാ വേണ്ട വേണം നിൽക്കുമ്പോ മക്കളെ